ശബരിമലയിൽ മകരവിളക്കിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി വി.എൻ. വാസവൻ. കൂടുതൽ പോലീസിനെ ശബരിമലയിൽ മകരവിളക്കിനായി വിന്യസിച്ചു. മകരവിളക്ക് പ്രമാണിച്ച് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 30,000 ഭക്തരെയാകും വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് അനുവദിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ മകരവിളക്കിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കി. കൂടുതൽ പോലീസിനെ മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ നിയോഗിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദർശിക്കുന്നതിനു വേണ്ടി ഭക്തർക്കും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒന്ന്, സ്പോട്ട് ബുക്കിംഗ് 5000 ലിമിറ്റ് ചെയ്യണം. അതിൽ വെർച്വൽ ക്യൂ അതിന് ഒരു നിബന്ധന വെച്ചിരുന്നു. അല്ല, മകരവിളക്കിൻ്റെ അന്ന് നമ്മൾ തിരുവാഭരണം വരുന്ന ആ സമയത്ത് പമ്പ വന്നു കഴിയുമ്പോഴത്തൊട്ടൊന്ന് ക്ലോസ് ചെയ്യും. പിന്നെ തിരുവാഭരണം മുകളിൽ ചെന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഭക്തജനങ്ങൾ കയറ്റും. 35 തിരുവാഭരണ ഘോഷയാത്ര കടന്നുവരുന്ന വഴികൾ ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാനനപാതയിലൂടെയുള്ള യാത്ര അനുവദിക്കുകയുള്ളൂ. മകരവിളക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തർക്ക് യാത്രയ്ക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTC കൂടുതൽ സർവീസുകൾ ഇതിനായി നടത്തും. ഒപ്പം മലയിറങ്ങുമ്പോൾ ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസും ഉണ്ടാകും. മകരവിളക്ക് കാണാനായി 2 തരം പാസുകൾ അനുവദിക്കുന്നുണ്ടെന്നും ഇത് മറിച്ചു നൽകാൻ പാടില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. പർണശാല കെട്ടി താമസിക്കുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനു വേണ്ടി മന്ത്രി നിർദ്ദേശവും നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.